ആര്യാടൻ ഷൗക്കത്ത് ചില ബൂത്തുകളിലെത്തി പോളിംഗ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. വോട്ടർമാരെ നേരിട്ട് കാണുകയും ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ബൂത്തുകളിലേക്കൊക്കെ ഷൗക്കത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ സന്ദർശനം ആരംഭിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ആര്യാടൻ ഷൗക്കത്തുള്ളത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ഇത്. കഴിഞ്ഞ തവണ 2600ഓളം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട വി വി പ്രകാശിൻ്റെ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വി വി പ്രകാശ് മത്സരിച്ചപ്പോൾ തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട പ്രകാശിൻ്റെ വിജയമൊക്കെ വലിയ തോതിൽ പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 59 പുതിയ ബൂത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ബൂത്തിലാകെ 400 വോട്ടേ 59 പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഒരു പഴയ പോലെ വലിയ ക്യൂ ഇല്ലാതെ തന്നെ ആളുകൾക്ക് പ്രയാസമില്ലാതെ ചെയ്തു പോരാൻ പറ്റാവുന്നതാണ്. സാധാരണ ഒരു ഓക്സിലറി ബൂത്തുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പെർമനന്റ് ബൂത്ത് തന്നെ 59 പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി. സാധാരണ ഒരു ബൂത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ 10% അല്ലെങ്കിൽ 20% ഒക്കെ വരും. ഇതങ്ങനെയല്ല. ബൂത്തിന്റെ എണ്ണം തന്നെ ഒരു 40% ഒക്കെ വർദ്ധിച്ചു. അതുകൊണ്ട് ആളുകൾക്ക് സുഖകരമായി ഒന്ന് വോട്ട് ചെയ്യാവുന്ന സംവിധാനമുണ്ട്. എങ്കിലും വലിയ മഴയിലും കോരിച്ചൊരിയുന്ന മഴയത്തും പ്രചരണ രംഗത്ത് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട്. അത് കലാശക്കൊട്ടാണെങ്കിലും അതിനു മുൻപിലെ സ്ഥാനാർത്ഥി പര്യടനമാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണെങ്കിലും കുടുംബയോഗങ്ങളാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഏത് മഴയുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്യും. ഒരു നല്ല ഭൂരിപക്ഷത്തിന് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതിന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ തന്നെ വരും എന്നതാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ 75% ഉണ്ടായിരുന്നു. അതിന് മുകളിൽ പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിൽ. കൂടുതൽ വോട്ട് പിടിച്ചാൽ കൂടുതൽ ഭൂരിപക്ഷം UDF കിട്ടുമെന്നാണ്. അങ്ങേക്ക് അതേ വാദമാണോ? അല്ല, ഞാനിപ്പോ അത്തരം സംഗതിയിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഈ മത്സരം UDFും UDFും LDFും തമ്മിലുള്ള നേരിട്ട് മത്സരം. പിന്നെ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ UDFന്റെ വോട്ട് പിടിക്കില്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDFും LDFും തമ്മിലുള്ള നേരിട്ട് മത്സരമാണ്. പിന്നെ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ പറഞ്ഞതിലും നിങ്ങൾക്ക് വായിച്ചെടുക്കാം. സനീഷ് കുമാർ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമുണ്ട്. ഷൗക്കത്ത് പറഞ്ഞത് ഒരു ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് അവർ പ്രവചനത്തിന് തയ്യാറാകുന്നില്ല. അത് ആദ്യഘട്ടം മുതൽ UDF കൃത്യമായ ഒരു ഭൂരിപക്ഷം, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മാത്രമായിരിക്കാം. 25,000 മുകളിൽ വോട്ടുകൾക്ക് അൻവർ ജയിക്കും, ഷൗക്കത്ത് ജയിക്കും എന്നുള്ള പ്രവചനം നടത്തിയ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ്. മറ്റുള്ളവരാരും, പ്രതിപക്ഷ നേതാവോ മറ്റു നേതാക്കന്മാരോ ഒന്നും ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രവചനത്തിനോ അവകാശവാദത്തിനോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അൻവറും ഷൗക്കത്തും സമാനമായി തന്നെ വിജയം ഉറപ്പാണ്. പക്ഷേ ഭൂരിപക്ഷം എത്രയാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് കാര്യങ്ങൾ പോകുന്നില്ല. അത് ഇടതുമുന്നണിയുടെ ഭാഗത്തും സമാനമായ പ്രതികരണം തന്നെയാണ്, നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അവർക്കെല്ലാവർക്കും അറിയാം ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. വലിയ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ അവർക്കും സംശയമില്ല. സ്വാഭാവികമായും അതനുസരിച്ചുള്ള ഒരു വിലയിരുത്തൽ മുന്നണികൾക്ക് ഉണ്ട് താനും. MS സനീഷ് കുമാർ ഉണ്ട്. അനീഷ്, രാവിലെ എന്താണ് ഷൗക്കത്ത്